റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന തിരുവനന്തപുരത്തെ ഭയപ്പെടുത്തുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് മലബാറിലും മാവേലിയിലും പരശുറാമിലും വന്ദേ ഭാരതിലും അതുപോലെ തന്നെ വടക്ക് നിന്ന് തെക്കോട്ടോടുന്ന ട്രെയിനുകളിൽ ഒരു ചെറിയ കവറുമായി കയറുന്ന എത്രയെത്ര മലപ്പുറത്തെ സഹോദരങ്ങളുണ്ട്. നമ്മൾ എത്ര പേരെ വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട്. RCCയിൽ ചികിത്സയ്ക്ക് പോകുന്നവരാണ്. ക്രാബ് എന്ന വേർഡിൽ നിന്നാണ് ക്യാൻസർ എന്ന പദമുണ്ടായത്. ക്രാബ് ഇങ്ങനെ മനുഷ്യനെ കാർന്ന് തിന്നുന്ന അസുഖമാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയണേ സഹോദരങ്ങളെ. ചരിത്രങ്ങൾ പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, കേൾക്കാനും ആളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ളതാണ്. ഉർവത്ത് ബിൻ സുബൈറുമാരുണ്ടായിക്കൊണ്ടേയിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ആരാ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു എന്നറിയോ? സുബൈർ ബിൻ അൽ അവ്വാം തങ്ങളുടെ പ്രിയപ്പെട്ട മകനാ. ആരാ ഉർവത്ത് ബിൻ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ വലീദ് ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാനെ കാണാൻ ഡമസ്കസിലേക്ക് പോവുകയാ. കൂടെ മുഹമ്മദ് എന്ന പൊന്നുമോനും കൂടെ ഉണ്ട്. വലിയ ചരിത്രമാണ്, ചരിത്രം നീണ്ട വിശാലമായ ചരിത്രമാണ്. അത് പറയാനുള്ള സമയമില്ല, വേദിയുമല്ല. പക്ഷേ ഒന്ന് നമ്മൾ അറിയണം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് പോകുന്നത് ഡമസ്കസിലേക്ക്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലിനൊരു രോഗം പിടിപെടുകയാണ്. കാലിനൊരു രോഗം പിടിപെട്ടു. ഏതാ രോഗം? ആ രോഗത്തിന് അറബിയിൽ പറയുന്നത് താരീഖുകളിൽ കാണാം അൽ ആക്കില. ആ രോഗമുള്ളവർ ഈ സദസ്സിൽ ഉണ്ടാകും. അള്ളാഹു മമ്പ്രമുപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആക്കിലത്ത് എന്ന് പറയുന്ന രോഗമുള്ള ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സമ്പൂർണമായ ശമനം നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട്. റൂഹിയായി മഹാനവറുകളുടെ സാന്നിധ്യം ഈ സദസ്സിലാണ്. ഇപ്പൊ മക്കാമിനകത്ത് മഹാനവറുകൾക്ക് കിടക്കാൻ കഴിയൂല. മഹാനവറുകൾക്ക് ഇപ്പൊ മക്കാമിനകത്ത് കിടക്കാൻ കഴിയൂല. കാരണം എന്താ? ഇത് സ്വർഗത്തിന്റെ തോപ്പ. സ്വർഗം തൊട്ടടുത്ത് അല്ലാഹു താല സംവിധാനിക്കുമ്പോ മമ്പറോപ്പാപ്പാക്ക് അദ്ദേഹത്തിന്റെ ഖബറിനകത്ത് കിടക്കാൻ പറ്റുമോ? കാര്യം ഖബറിലേക്ക് സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കൊടുത്താലും റൂഹ് കൊണ്ട് ഈ അനുഗ്രഹീതമായ സദസ്സിലുണ്ട്. മലായിക്കത്തുകളെ നമ്മൾ കാണാത്ത മാലാകമാര് പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് ഈ സദസ്സിൽ. അവരുടെ ആമീനിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. അതുകൊണ്ട് ദുആരക്കിന് ആമീൻ പറയും. അള്ളാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ഒക്കെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകട്ടെ. എന്താ രോഗം എന്നറിയോ? ആക്കിലത്തെന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നത് എന്നാണ്. ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾക്കുണ്ടായ രോഗം ആക്കിലത്തെന്ന രോഗമാണ്, അഥവാ കാർന്ന് തിന്നുന്നത്. അതേത് രോഗമാ? ഏത് രോഗമാ? നമുക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റും, കീമോയും റേഡിയേഷനും ഒക്കെ പറ്റും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഒരൊറ്റ രാത്രി കൊണ്ട് വേണ്ട എന്ന് പറയുന്ന അസുഖമാണിത്. ഒരു ക്യാൻസർ രോഗിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇതിന്റെ വേദന? നമുക്ക് പലതും നമുക്ക് ചെറിയ തോതിലൊക്കെ നമ്മൾ അതൊക്കെ നേരിട്ടവരാണ്. കാലിലൊരു മുറിവുണ്ടായാൽ കൈക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് വെച്ച് തിരിച്ചറിയാം. പല്ല് വേദന വന്നാൽ കണ്ണിന്റെയും ചെവിയുടെയും വേദനയൊക്കെ വെച്ച് കമ്പയർ ചെയ്യാം. ക്യാൻസറിന്റെ രോഗത്തിന്റെ വേദന എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ഒരു ബ്ലേഡ് എടുത്ത് ശരീരത്തെ ഒന്ന് കീറിയിട്ട് പച്ച മുളക് അങ്ങോട്ട് അരച്ച് തേച്ചു കൊടുക്കുമ്പോ എന്താ നീറ്റല്? അതാ ശരീരത്തെ നീറ്റല്. സഹിക്കാൻ പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ആ രോഗത്തിന്റെ എല്ലാ അവസ്ഥകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന ഒരു മനോധൈര്യമുണ്ട് ഈ രോഗികൾക്ക്. അവർക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ അല്ലാഹു തആല ഒരു കഴിവ് കൊടുക്കും. അല്ലാഹു സമ്പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഉപ്പ സുബൈർ ബിൻ അവ്വാം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സയ്യിദുൽ അലഫിൽ മൻഫുറമി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ നമ്മൾ കാണാത്ത ജിന്ന് മലായിക്കത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ഒരുപാട് ഔലിയാക്കൾ ഇരിപ്പുണ്ടാവും. നമുക്കറിയാത്തവർ അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ രോഗങ്ങൾ മാറ്റി തരട്ടെ. വഴിയിൽ വെച്ച് പറഞ്ഞു, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിച്ചു മാറ്റണം.
രോഗം കഠിനമാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, പടച്ചവൻ തന്ന അമാനത്താണ് എന്റെ കാല്, ഞാൻ മുറിക്കാൻ പെർമിഷൻ തരൂല, അനുവദിക്കില്ല. ഡോക്ടർമാര് പറഞ്ഞു മുറിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ? ഈ രോഗം അങ്ങോട്ട് കയറാൻ തുടങ്ങിയ പിന്നെ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. മഹാനായ മുഹയ്യിസുന്ന വളാഞ്ചേരിയിലെ ഫത്ഹുൽ ഫത്തായിൽ അത്തിപ്പറ്റയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവറുകളുടെ ചരിത്രം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ചിട്ട് കവിളിലെ ദാടി രോമങ്ങൾ ഷേവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരു കാരണവശാലും എന്റെ ഹബീബിന്റെ സുന്നത്ത് ഞാൻ വിട്ടൂല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവറുകളെ രോഗം കഠിനമാകും, നിങ്ങൾ സർജറിക്ക് വിധേയനാകണമെന്ന് പറഞ്ഞു കൊടുത്തത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്ന് ഞാൻ എവിടെയോ വായിച്ചതോർക്കുന്നു. തങ്ങളേറ്റോ, റബ്ബിന്റെ മുമ്പിൽ നിങ്ങളേറ്റോ എന്ന് തിരിച്ചു ചോദിച്ച് സമാധാനപ്പെടുത്തിയിട്ടാണ് മഹാനവറുകൾ സർജറിക്ക് വിധേയനായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാല് മുറിക്കാൻ അനുവദിച്ചില്ല ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ. അവസാനം പറഞ്ഞു, മുറിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ സമയം മഹാനവറുകൾ പറഞ്ഞു, അപകടത്തിലായാൽ, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് റബ്ബിനെ ശുക്ർ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു തസ്ബീഹ് ചൊല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അനുവദിക്കാം. ആ സമയത്ത് ഡോക്ടർമാർ മറ്റൊരു നിർദ്ദേശം മുന്നിലോട്ട് വെക്കുകയാ. മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതെന്നറിയോ? നിങ്ങളുടെ കാല് മുറിക്കണമെങ്കിൽ ഇന്നത്തെ പോലെ അനസ്തേഷ്യ അന്നില്ല, ഇന്നത്തെ പോലെ മയക്കുന്ന സംവിധാനം അന്നില്ല. അന്നെങ്ങനെയാണ് കാല് മുറിക്കുന്നതെന്നറിയോ? കൈമുറിക്കുന്നതെന്നറിയോ? ഈ രോഗിക്ക് നന്നായിട്ട് മദ്യം കൊടുക്കും, ഈ രോഗിയെ നന്നായിട്ട് മദ്യം കൊടുപ്പിക്കും. അവസാനം ബോധം കിട്ടാതെ ബോധമില്ലാതെ നിലത്ത് വീഴു. ആ സമയത്താണ് കാല് മുറിക്കുന്നത്, വിരലുകൾ മുറിക്കുന്നത്, കൈ മുറിക്കുന്നത്. ഡോക്ടർമാര് പറഞ്ഞു, നിങ്ങൾക്ക് മദ്യം തരാൻ പോവുകയാ, അത് കുടിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് മയങ്ങുമ്പോൾ, ബോധം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളത് സർജറി നടത്തിക്കോളാ. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? താരീഖിൽ കാണാം എന്റെ സഹോദരങ്ങളെ, മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, ജീവൻ അപകടത്തിലാണെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ കാല് മുറിക്കാൻ അനുവദിച്ചത്. എന്റെ റസൂല് നിരോധിച്ച കള്ള് കുടിച്ചുകൊണ്ടൊരു ചികിത്സ എനിക്ക് വേണ്ട, എന്റെ റബ്ബ് നിരോധിച്ച കള്ള് കുടിച്ചുകൊണ്ടുള്ള ചികിത്സ എനിക്ക് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞപ്പോ സർജറി നടത്തണം, ഓപ്പറേഷൻ നടത്തണം, പക്ഷേ മദ്യപിക്കുകയും വേണം. ഇല്ല, ഞാൻ മദ്യപിക്കൂല എന്ന് വാശി പിടിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? എന്റെ കാല് മുറിച്ചു മാറ്റുന്നത് ഞാൻ അറിയരുത്, അത്രയല്ലേ ഉള്ളൂ. അതെ, നിങ്ങളെ കാല് മുറിക്കുന്ന വേദന നിങ്ങൾ അറിയാൻ പാടില്ല. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? താരീഖിൽ കാണാ, ഞാൻ 2 റക്അത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫഫഅലൂ ദാലിക, നിങ്ങളത് ചെയ്തോ. ഞാനോ വാന ഫിസ്സലാത്തി ഫഇന്നീ ലാ അഹസ്സു ബിദാലിക വലാ അശ്അറു ബിഹി, എനിക്കറിയാൻ പറ്റില്ല, എന്റെ കാല് നീക്കം ചെയ്യപ്പെടുന്നത് ഞാൻ അറിയില്ല, എന്റെ കാല് മുറിക്കുന്നതിന്റെ വേദന ഞാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞ ഉർവത്ത് ബിൻ സുബൈർ അല്ലാഹുവിന്റെ മുന്നിൽ അങ്ങ് കൈകെട്ടുമ്പോൾ സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ കാല് നീക്കം ചെയ്യുകയാണ്. ഒരു നിമിഷത്തിന്റെ വേദന പോലും ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ അറിഞ്ഞില്ല. എന്നെ ഈ മഖാമു റൂസിന്റെ പരിപാടിയിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളെ എന്തിനു വിളിക്കണം? ഈ പ്രസംഗിക്കുന്ന ഞാൻ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ ഒരു കൊതുകിന്റെ കടി പോലും ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ആസ്വാദനം എന്താ എന്റെ നിസ്കാരത്തിൽ എനിക്കല്ല തന്നിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൽ കൈകെട്ടുമ്പോ ജീവിതത്തിൽ നമ്മൾ എല്ലാം മറന്നിട്ട് അല്ലാഹുവിലേക്ക് അങ്ങ് ലഹരി ബാധിച്ചവനെ പോലെ, ഒരു ആസ്വാദനത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലെത്തിയവനെ പോലെ നമസ്കാരത്തിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ അല്ലാഹുവിൽ നമ്മളിലേക്ക് നമുക്ക് അല്ലാഹുവിലേക്ക് ചെന്നെത്തിച്ചേരുന്ന ആ വാതിലിനെ അല്ലാഹു തുറക്കുമെന്ന് സയ്യിദുനാ ഹസനുൽ ബസരി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്താ വേണ്ടത്? എന്താ വേണ്ടത്? ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ചില്ലറക്കാരനല്ല. ഹാത്തമുൽ അസം മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ, മഹാന്മാരുടെ ഉറൂസിന് മഹാന്മാരുടെ ചരിത്രം പറയാലാണ് കൂടുതൽ അഭികാമ്യം. എന്താണെന്നറിയോ?
ഹാത്തമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു ഭയങ്കര നിസ്കാരം. ആ നിസ്കാരത്തിൽ ഖുശൂ, നിസ്കാരത്തില് ഒരു നിലയ്ക്കും അദ്ദേഹത്തിന്റെ നമസ്കാരം പാളിപ്പോകുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല. അത്രയും വലിയ ഏകാഗ്രതയിൽ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു അത്ര, എങ്ങനാ നിങ്ങൾ ഇത്രയും ഈ നിസ്കാരത്തിലെ ഏകാഗ്രത കണ്ടെത്തുന്നത് എങ്ങനാന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ നിസ്കരിക്കുന്നതിന് ചില പൊടിക്കൈകളുണ്ട്. അങ്ങനെ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ദുനിയാവായിട്ടൊരു ബന്ധം ഉണ്ടാവൂല. നമ്മുടെ നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുമ്പോൾ എന്തെല്ലാം ദുനിയാവിന്റെ ചിന്തകൾ വന്നു വീഴും. എന്റെ നിസ്കാരത്തെ പറ്റിയാ പറയുന്നത്. അതിൽ ലഹരിയില്ല. അതുകൊണ്ടാ നിസ്കാരമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എഴുതി വെച്ചോ, നിസ്കാരമുള്ള മദ്യപാനികൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പടച്ചോനാണ്, നിസ്കാരം നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്യപിക്കാൻ കഴിയൂല, പറ്റൂല. എഴുതി വെച്ചോ. നിസ്കാരത്തിലെ ലഹരിയെ പറ്റി പറയുമ്പോ ഞാൻ പറയുന്നു, ഇന്നത്തെ ഇശ മുതൽ, ഇശ നിസ്കരിക്കാതെയാണല്ലോ അധികം ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ ഇശ മുതൽ നമ്മുടെ നിസ്കാരത്തിൽ ഈ പറയുന്ന ഹാത്തമുൽ അസ്സം തങ്ങളുടെ നമസ്കാരത്തിന്റെ ശൈലി നിങ്ങളൊന്ന് അനുഗമിച്ചാൽ, നിങ്ങൾ കൃത്യമായി ഇതൊന്ന് ഫോളോ ചെയ്താൽ നമ്മുടെ നിസ്കാരം അടിമുടി മാറും. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ചോദിച്ചു എങ്ങനെയാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഒളുവെടുത്ത് നിസ്കാരത്തിന് വേണ്ടി വന്നാൽ അജ്അലുൽ കഅബത ബൈന ഹാജിബി, ഞാൻ നിൽക്കുന്നത് എന്റെ തൊട്ടു മുന്നിൽ കഅബയാണെന്ന് ഞാൻ അങ്ങ് സങ്കല്പിക്കും. തൊട്ടു മുന്നിൽ കഅബ. മൈൻഡിൽ അതൊന്ന് കൊണ്ടുവന്നേ. അജ്അലുൽ കഅബത ബൈന ഹാജിബി, കരിമ്പടം പുറച്ച ആ പരിശുദ്ധമായ കഅബാലയം എന്റെ മുന്നിലാണ്. വൽ ജന്നത്തു അൻ യമീനി, എന്റെ വലതുഭാഗത്ത് സ്വർഗം, എന്റെ വലതുഭാഗത്ത് സ്വർഗമാണ്. വന്നാറു അൻ ശിമാലി, ഇടതുഭാഗത്ത് നരകം. വമലകുൽ മൗതി വറായി, എന്റെ തൊട്ട് പുറകിൽ അസ്റായീൽ നിൽക്കുകയാ. വഅന ഫിസ്സിറാ, ഞാൻ സിറാത്ത് പാലത്തിലാണ്. ഈ നിസ്കാരമോ ആഖിറു സലാ അൽനുഹാ ആഖിറു സലാത്തി, എന്റെ നിസ്കാരത്തിന്റെ അവസാനത്തെ നിസ്കാരമാണിത്. ഇനി എനിക്കൊരു നിസ്കാരം അല്ലാഹു തന്നിട്ടില്ല. ആ ഒരു ചിന്തയിൽ എന്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തും. ഇശാ നിസ്കരിക്കുന്നവരെ ചിന്തിക്കുക, നാളെ സുബഹി നിസ്കരിക്കുമ്പോ എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ തൊട്ടുമുമ്പിൽ കഅബയാണെന്ന് കരുത്. വലത്ത് സ്വർഗം, ഇടത്ത് നരകം, പുറകിൽ അസ്റായീല് നിൽക്കുന്നത് സിറാത്ത് പാലത്തില്. ഇത് നിങ്ങളുടെ അവസാനത്തെ നിസ്കാരമാണ്. ഇനി ഒരു നിസ്കാരം നിങ്ങൾക്ക് വരില്ല. അടുത്ത ളുഹറിന്റെ സമയം നിങ്ങൾ ചെമ്മാട്ട പള്ളിയുടെ ഖബർസ്ഥാനിലാണ് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കുന്നത്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നാൽ ആ നിസ്കാരം അടിമുടി മാറുമെന്ന് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു. ഏത് കാര്യവും അങ്ങനെ ചെയ്താൽ മതി. ഏത് കാര്യവും ബക്കറ്റ് മുമ്പിൽ കൊണ്ടുവരുമ്പോ, ഞാൻ എത്ര സദസ്സിൽ സദക്ക കൊടുത്തതാ, എന്റെ റബ്ബേ ഇതെന്റെ അവസാനത്തെ സ്വതക്കയാണ്, ഇനി എനിക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റൂല എന്ന ചിന്ത മനസ്സിൽ വന്നാലോ, 10 ഇടുന്നിടത്ത് 100 ഇടും, 50 ഇടുന്നിടത്ത് 500 ഇടും. കാരണം എന്താ? ഇനി എനിക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റില്ല. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവൾ എന്തെല്ലാം എന്നോട് പറഞ്ഞു, ഞാൻ എന്തെല്ലാം വാങ്ങിക്കൊടുത്തു. എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നതിന് എന്തൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്താലും ഇതെന്റെ പ്രിയപ്പെട്ടവൾക്ക് ഞാൻ അവസാനം നൽകുന്ന സമ്മാനമാണ് എന്ന് ചിന്തിച്ചു നോക്ക്. ഭർത്താവ് ഒരു ഗ്ലാസ് ചായ ചോദിച്ചു, ഭാര്യ ചായ കൊണ്ട് കൊടുക്കാൻ, ആ ചായ കൊണ്ട് കൊടുക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടാകണമെങ്കിൽ എത്ര ഭർത്താവിന് ഞാൻ ഖിദ്മത്തെടുത്തു, ഇതെന്റെ ഭർത്താവിന് അവസാനമായി ഞാൻ കൊടുക്കുന്ന ചായയാണ് എന്ന് ചിന്തിച്ചു കൊടുക്ക്. അതിൽ നിനക്കൊരു സന്തോഷം ഉണ്ടാവും. ഏത് ഇബാദത്തായാലും അങ്ങനെ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായാൽ അതിന്റെ മാറ്റുകൂടും സഹോദരങ്ങളെ. അതുകൊണ്ട് മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുന്നു, നിങ്ങളുടെ നമസ്കാരത്തിൽ നിങ്ങൾക്കൊരു ലഹരി ഉണ്ടാകണം. അല്ലാഹു അതിന് തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ.